സഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നെങ്ങടെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാനേ. സഖാക്കളെ വീഡിയോ ആണ്. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. ഫേസ്ബുക്ക് വാളിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് നിങ്ങൾ ആവർത്തിച്ച് കാണുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടാവില്ല. അത്രയേറെ തവണ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തിരൂരിലെ മുഹമ്മദ് സിയാന് ആ പ്രഖ്യാപനം നടത്തിയല്ല, ആ ചെങ്കൊടി ഞങ്ങളുടെ ഇടനെഞ്ചിലാണെന്ന്. ആ ഒരു പ്രഖ്യാപനം നമുക്ക് നൽകുന്ന പ്രതീക്ഷയും ആവേശവും വലിയ വലുതാണ്. പുതുതലമുറയുടെ രാഷ്ട്രീയ ചിന്തകൾ നമുക്കറിയാം ദേശീയ തലത്തിൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുള്ള ഒരു സമകാലിക സാഹചര്യം കൂടെയാണ്. ആ ഒരു സമകാലിക സാഹചര്യത്തിലാണ് ഈ ബാലമനസ്സുകളുടെ ഈ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തെ നമ്മൾ കാണേണ്ടത്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വഴിവക്കിലിരിക്കുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു തലമുറയോട് മൊബൈലിനകത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉൾപ്പെട്ടവരുൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആരാണെന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി അറിവില്ലായ്മയുടെ ഒരു ഇളി പ്രകടിപ്പിക്കുന്ന ചില സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകളാണ് തങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് ഭൂഷണമെന്ന് ധരിച്ച് വശായിരിക്കുന്ന അത്തരത്തിലുള്ള നിഷ്കളങ്കരെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ ഗാന്ധിജിയും നെഹ്റുവും അതുപോലെ മൗലാന അബുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ളവരൊക്കെ ചരിത്രത്തിലേക്ക് വെട്ടിമാറ്റപ്പെട്ട ആ ഒരു ചരിത്രത്തിലേക്ക് സവർക്കറും ഗോഡ്സെയും ഗോൾവാൾക്കറും ഒക്കെ കടന്നു വരുമ്പോൾ ക്ലാസ് മുറികളിൽ ചോദ്യങ്ങൾ ഉയരണമെങ്കിൽ വർഗീയ ചിന്തകളില്ലാത്ത രാഷ്ട്രീയ രക്തം സിരകളിൽ പ്രവഹിക്കുക തന്നെ വേണം. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ചോദിക്കാൻ ഉതകുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ പുറത്താക്കുകയും ഉത്തരം പറയുന്ന കുട്ടിയെ ക്ലാസ്സിലിരുത്തുകയും ചെയ്യുന്ന വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് കൊണ്ട് തന്നെയാണ് തിരുത്തേണ്ടത്. ആ തിരുത്തലുകൾ ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. പുതുതലമുറ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. തിരൂരിലെ മുഹമ്മദ് സിയാനും കൂട്ടുകാർക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ.